എവ്രിവൺ, നമ്മുടെ എക്സാം ടൈം ആണിത്. അപ്പൊ എക്സാമിന് പല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം എക്സാം പേപ്പർ ഒക്കെ പഴയ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് അനലൈസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അത് ഏറ്റവും നല്ലൊരു വേ ഓഫ് പ്രിപ്പറേഷൻ ആണ്. അപ്പം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, ഇപ്പൊ അതുപോലെ തന്നെ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞ് ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും അല്ലെ. അപ്പം നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അറിയാം, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ടേബിൾ എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് +1 ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന മുതൽ തന്നെ അറിയാം, ഇപ്പൊ നമ്മൾ ഒരേപോലുള്ള രണ്ട് ടേംസ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ടേംസ് അല്ലെങ്കിൽ ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു കമ്പാരിസൺ ടേബിൾ ഉണ്ടാവും. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള കമ്പാരിസൺ ടേബിൾസ് അല്ലെ. അപ്പം നമുക്ക് ഈ കമ്പാരിസൺ ടേബിൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കമ്പാരിസൺ അല്ലാതെ ഒരൊറ്റ ടേം മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് കമ്പാരിസൺ ടേബിൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, അപ്പം നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കമ്പാരിസൺ ടേബിൾ ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പൊ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കാൻ, നമുക്ക് കൂടുതൽ ജോലി ചെയ്യാനൊക്കെ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെ ഇൻസെന്റീവ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഇൻസെന്റീവ്സ് രണ്ട് ടൈപ്പ് ആണ്, ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. അപ്പൊ ആദ്യം തന്നെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും, ഒരു ഡിഫറൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ ഫോം ഓഫ് മണി അല്ലെ, നമുക്ക് മണിയുടെ പൈസയുടെ രൂപത്തിലാണ് കിട്ടുന്നത്. പക്ഷെ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ നോൺ മോണിറ്ററി ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാം. ഇപ്പൊ ഇനി മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ടു സാറ്റിസ്ഫൈ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് എംപ്ലോയീസ് ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈസ നമുക്ക് ആവശ്യമാണ്. എത്രയൊക്കെ ഇപ്പൊ പലപ്പോഴും നമ്മൾ ബിസിനസ് ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറണം, ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പൈസ തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ഉണ്ട് അല്ലെ. ഒരു റെക്കഗ്നിഷൻ കിട്ടണം, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതിയാൽ നമുക്ക് ഒരു മാർക്ക് കൂടി കിട്ടും. ആൻഡ് ഡയറക്റ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊണ്ടുണ്ടാക്കുന്നത്. നോൺ മോണിറ്ററി റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊണ്ടുണ്ടാക്കുന്നത്. ചില കാര്യങ്ങൾ പൈസ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് റെക്കഗ്നിഷൻ കിട്ടണം, നമുക്ക് ആൾക്കാരെ കൊണ്ട് നമ്മൾ അംഗീകരിക്കപ്പെടണം, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഉണ്ടാവണം എന്ന് വേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോകണം. സാലറി ആൻഡ് വേജസ്, ബോണസ്, കമ്മീഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ് അലവൻസസ് ഒക്കെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിനുള്ള എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിലേക്ക് വരുന്ന സമയത്ത് പ്രൊമോഷൻ ഉണ്ട്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, റെക്കഗ്നിഷൻ, പ്രൈസ്, അതുപോലെ തന്നെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ഇതൊക്കെ ഒരു നോൺ മോണിറ്ററി ആയിട്ട് നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിന് എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റുന്ന റിവാർഡ്സ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കാനും നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ജോബ് സെക്യൂരിറ്റി അല്ലെ. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് സ്റ്റെബിലിറ്റി തരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് നന്നായിട്ട് ജോലി എടുക്കാനുള്ള ഒരു പ്രചോദനം. ആൻഡ് റെക്കഗ്നിഷൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുമ്പോൾ അത് നമുക്ക് വലിയൊരു സ്റ്റാറ്റസ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. ആൻഡ് മോട്ടിവേഷണൽ ടൈപ്പ് പ്രൊവൈഡ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഓർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പൊ ഈ ഒരു ടേം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, ഇൻഡയറക്ട്ലി ചോദിക്കും. അപ്പൊ എന്താണ് എക്സ്ട്രിൻസിക്, എന്താണ് ഇൻട്രിൻസിക് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അപ്പൊ അതാണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പൈസ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ആകുമ്പോൾ ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. ഈ ജോബ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ പ്രൊമോഷൻ, റെക്കഗ്നിഷൻ, ഇതൊക്കെ ഇൻട്രിൻസിക് ആണ്, ഇന്റേണൽ ആണ്. ഓക്കെ, ആൻഡ് മോട്ടിവേറ്റ്സ് എംപ്ലോയി ത്രൂ ഫിനാൻഷ്യൽ ഗെയിൻ കൊടുത്ത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ആക്കുന്നു.
അതുപോലെ തന്നെ എന്താണ് ബിൽഡ് മൊറൈൽ, ലോയൽറ്റി ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ, ജോബ് സെക്യൂരിറ്റി കിട്ടുമ്പോൾ, പ്രൊമോഷൻ കിട്ടുമ്പോൾ ഒക്കെ എന്താ നമുക്ക് എന്താണ് അവിടെ ഒരു ലോയൽറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട 2 ടേംസ് ആണ് എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ഇതുപോലുള്ള ഒരുപാട് കമ്പാരിസൺസ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കാം.